Praise the Lord. Praise the Lord. Hallelujah. 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 സന്തോഷത്തോടെ പറയാ Hallelujah. Hallelujah. ഒന്ന് കരങ്ങൾ ഉയർത്തി Hallelujah. 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 പ്രിയപ്പെട്ടവരെ, ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹത്തിൻ്റെ വാതിലായ ഈശോ നമ്മെ കാത്തിരിക്കുന്ന ഒരു സായാഹ്നം, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ നമ്മുടെ ദൈവം ഈ രാത്രിയിൽ കാത്തിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ ഈശോ ഈ രാത്രി കാത്തിരിക്കുകയാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ് ഈ രാത്രി. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വസിക്കാം, ഇന്ന് എൻ്റെ ഈശോയെ ഞാൻ കുറേ കൂടി അങ്ങ് സ്നേഹിക്കും. അവൻ്റെ സ്നേഹം ഇന്ന് ഞാൻ കൂടുതൽ അനുഭവിക്കും. കർത്താവ് ഇന്ന് എന്നെ തൊടും. എൻ്റെ ഭവനത്തെ ഈശോ ആശീർവദിക്കും. ഞാൻ സന്തോഷം കൊണ്ട് നിറയും. എനിക്ക് വേണ്ടി ഈ സായാഹ്നത്തിൽ അവിടുന്ന് ഒരു വൻ കാര്യം ചെയ്യും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവാണ് അനുഗ്രഹത്തിൻ്റെ വഴി. നമ്മുടെ കർത്താവാണ് അനുഗ്രഹത്തിൻ്റെ വാതിൽ. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം. ഈശോ പറയുകയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ജനം അവരെ ശ്രവിച്ചില്ല. ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവനകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചു സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. 10-ാം വചനം പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളം വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഇതാരുടെ വാക്കാണ്? ഇത് കർത്താവായ യേശുവിൻ്റെ വാക്ക്, നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക്. അവിടെ നിന്ന് പറഞ്ഞു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ, അനുഗ്രഹത്തിൻ്റെ വാതിൽ. ഈ വാതിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. കർത്താവ് പറയാ, ഈ വാതിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് കടക്കുകയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. തുടർന്ന് പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളം വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സായാഹ്നത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ജീവൻ നൽകും, ജീവൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കും. ഒരുപക്ഷെ നമ്മളൊക്കെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കാം. ചിലരെങ്കിലുമൊക്കെ ഒത്തിരി തിരസ്കൃതരായിരിക്കാം. ഒത്തിരി പുറകിൽ ജീവിക്കുന്നവർ, ഒത്തിരി പിന്നാമ്പുറങ്ങളിൽ ജീവിക്കുന്നവർ, ആർക്കും താല്പര്യമില്ലാത്തവർ, തിരസ്കരിക്കപ്പെട്ടവർ, ചിലപ്പോൾ അവഗണിക്കപ്പെട്ടവരൊക്കെയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, അവരെക്കുറിച്ചും കർത്താവിന് കരുതലുണ്ട്. അവരെയും കർത്താവ് ചേർത്ത് പിടിക്കും. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 16-ാം വചനം കർത്താവ് പറയുകയാണ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാവെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവന്റെ പിന്നിലായി ഞാൻ. എന്നാൽ കർത്താവിൻ്റെ കരം എന്നെ ഉയർത്തി. ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കുകൾ നിറച്ചു. അതിന് പറയുക, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാവെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവന്റെ പിന്നിലായി. എന്നാൽ കർത്താവ് എന്നെ ഉയർത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ ചക്കുകൾ നിറച്ചു. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ, അവനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നിന്നെ അവിടുന്ന് ഉയർത്തും. പിന്നിലുള്ള നിന്നെ അവിടുന്ന് ചേർത്ത് പിടിക്കും. പിന്നിലുള്ള നിന്നെ അവിടുന്ന് ഒന്ന് തലോടും, ഒന്ന് തള്ളിത്തരും. നിന്നെ മുൻപന്തിയിലേക്ക് എത്തിക്കും. സർവ്വമേഖലയിലും നിനക്ക് വിജയം നൽകി നിന്റെ ദൈവം അനുഗ്രഹിക്കും. നമുക്കിത് കണ്ണീരടയ്ക്കാം. കണ്ണീരടച്ച്, ഇതാ അനുഗ്രഹമാകുന്ന വഴി യേശു, അനുഗ്രഹത്തിൻ്റെ വഴി യേശു, കർത്താവ് യേശു, അവനാണ് അനുഗ്രഹത്തിൻ്റെ വാതിൽ. ഞാൻ ആടുകളുടെ വാതിലാണ്. ഞാനും നിങ്ങളുമാണ് കർത്താവിൻ്റെ ആടുകൾ. ഞാൻ ആടുകളുടെ വാതിലാണ്. ഈ വാതിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാവെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി ഞാൻ. എന്നാൽ കർത്താവിന് അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരെ പോലെ
ചക്കുകൾ നിറച്ചു. ഓ ദൈവമേ, ഇതാ ഞാൻ എന്നെ തന്നെ ഈ സായാഹ്നത്തിൽ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞാൻ ഒത്തിരി പുറകിലുള്ളവനാ കർത്താവേ, ഒത്തിരി പിന്നിലുള്ളവനാ. അങ്ങാകുന്ന ആ അനുഗ്രഹത്തിൻ്റെ വാതിലിലൂടെ പ്രവേശിച്ച് അങ്ങാകുന്ന ആ വഴിയിലൂടെ മുൻപന്തിയിലേക്ക് നയിക്കപ്പെടാൻ കർത്താവേ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ ഒന്ന് ക്ഷണിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആരാധന, യേശുവേ 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 നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവായ ഈശോയെ അങ്ങേക്ക് നന്ദി. കർത്താവായ ദൈവമേ അങ്ങേക്ക് ആരാധന. കർത്താവായ ഈശോയെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞാൻ വിളിക്കുന്ന അങ്ങേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ വിളിക്കുന്നു, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ രാത്രിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്റെ കുടുംബം അനുഗ്രഹമായി തീരട്ടെ. തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഈശോയെ, ഈശോയെ, ഈശോ, പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഹല്ലേലൂയ. ആത്മാവ ദൈവമേ, പാടാം. ചൊരിയുക നിൻ ശക്തി. സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് ആത്മാവ ദൈവമേ, ചൊരിയുക നിൻ കൃപകൾ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. നമുക്കൊരു കത്ത് എൻ്റെ സാക്ഷ്യം ഇങ്ങനെ നമുക്ക് വായിച്ചു കേൾക്കാം. തൃശ്ശൂർ ജില്ലയിലെ വെള്ളച്ചാൽ എന്ന സ്ഥലത്ത് നിന്ന് എഴുതുന്ന പ്രിയ എന്നു പേരുള്ള ഒരു അക്രൈസ്തവ സഹോദരിയാണ് ഞാൻ. കർത്താവ് ജാതിയോ മതമോ വർണ്ണമോ ലിംഗമോ ഒന്നും നോക്കുന്നില്ല. വിളിച്ചപേക്ഷിച്ചാൽ, കരഞ്ഞപേക്ഷിച്ചാൽ കർത്താവ് ആരുടെയും പ്രാർത്ഥന കേൾക്കും. ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: എൻ്റെ അമ്മയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ച് പൈസ എടുത്ത് ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ ഞങ്ങൾ സഹായിച്ചു. എന്നാൽ അവർക്കത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളുടെ സ്ഥലം ജപ്തിയായി. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ വളരെ വേദനയോടെ ശാലോമിൽ നടക്കുന്ന ജാഗരണ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ടിവിയുടെ താഴെ ഈ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. നവംബർ മാസത്തിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയിൽ ഒരു അക്രൈസ്തവ കുടുംബത്തിൽ ദൈവം ഇടപെടുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതിന് ഫലമായി ആ മാസം തന്നെ ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാൻ സാധിച്ചു. തുടർന്ന് വന്ന ജാഗരണ പ്രാർത്ഥനയിൽ ഞങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി സ്ഥലത്തിന് രജിസ്ട്രേഷൻ നടത്താനും കടങ്ങൾ കൊടുത്തു തീർക്കാനും പുതിയ വീട് പണിയാനും ദൈവം കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ദൈവത്തിന് 1000 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കൃഷിയിടങ്ങളെ, നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ, തലമുറയെല്ലാം ദൈവം അനുഗ്രഹിക്കും. മുടങ്ങിക്കിടന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കർത്താവ് കടന്നു വരും. അടഞ്ഞ വഴികൾ കർത്താവായ യേശു ഇന്ന് തുറക്കും. കാരണം അവിടുന്ന് വഴിയാണ്. അടഞ്ഞ വഴികൾ ഈശോ തുറന്നു തരും. യേശുവാകുന്ന വഴിയിലൂടെ ഇത് നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരും, ഇതേപോലെ സമാനമായ ഏതെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അവ്യക്തതയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നമുക്ക് ഈ സായാഹ്നത്തിൽ ആ വിഷയത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ആ നിയോഗം ഇപ്പോൾ ഓർക്കാം. ആ നിയോഗം നമുക്കിപ്പോൾ ഈശോയോട് പറയാം: കർത്താവേ, ഇതാണ് എൻ്റെ നിയോഗം, നീ കടന്നു വരണമേ. കണ്ണുകളടച്ച് കർത്താവേ, നിൻ്റെ മക്കളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ഈ സായാഹ്നം കർത്താവെ അവിടുന്ന് കേൾക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രിയ എന്ന ഈ അക്രൈസ്തവ സഹോദരിയുടെ കണ്ണുനീർ തുടയ്ക്കാൻ കടന്നു വന്ന അങ്ങ് ഈ രാത്രിയിൽ
നിന്റെ ഈ പ്രിയപ്പെട്ട മക്കളുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഇവരെ അനുഗ്രഹിക്കുകയും അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു നാമത്തിൽ എല്ലാ പ്രാർത്ഥനകളും അവിടുത്തെ മുമ്പിൽ സ്വീകാര്യമായി മാറട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥനകൾ അവിടുത്തെ മുമ്പിൽ സ്വീകാര്യമായി മാറട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥനകൾക്ക് ഈ സായാഹ്നത്തിൽ ഉത്തരം ലഭിക്കട്ടെ. യേശു നാമത്തിൽ, 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 യേശു നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇനി തുടർന്നുള്ള കുറച്ച് സമയങ്ങളിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഒന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് കർത്താവ് വീണ്ടും നമ്മളെല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ സൗഖ്യവും യേശുവിൻ്റെ വിടുതലും ഈ കാലഘട്ടത്തിലും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരമുള്ള ഒരു അത്ഭുതം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈശോയുടെ നാമത്തിൽ ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പുഞ്ചിരിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ധ്യാന ഗുരു ഇങ്ങനെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്: മനുഷ്യന് മാത്രമേ ചിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, മൃഗങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ചിരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ നമുക്ക് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞ ആ അത്ഭുതം നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ദീപ സഹോദരി ഒന്ന് വായിക്കും. നമുക്ക് ആ വചനം ഒന്ന് എല്ലാവർക്കും ഹൃദയപൂർവ്വം ഒന്ന് സ്വീകരിക്കാം, നമുക്കൊന്ന് കേൾക്കാം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. ജന്മന മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദര കവാടം എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിൽക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു: ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു: വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റു നടക്കുക. പത്രോസ് വലത് കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവൻ നടക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും ജനമെല്ലാം കണ്ടു. ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്നവനാണ് അവനെന്ന് മനസ്സിലാക്കി. അവന് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് അവർ അത്ഭുത സ്തബ്ധരായി. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് ഈശോ പ്രവർത്തിച്ചൊരു അത്ഭുതമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, ഇത് വായിച്ചു കേട്ടപ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലൊരു വിശ്വാസം ഉണർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും അവസാനിച്ചിട്ടില്ല, അതിന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ 27-ാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ഈശോ നമ്മോട് ചോദിക്കുകയാണ്: ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? കർത്താവിനൊന്നും അസാധ്യമായിട്ടില്ല എന്ന്
നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ രോഗങ്ങളോ ദുരിതങ്ങളോ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ, അതെല്ലാം നമുക്ക് ഈശോയ്ക്ക് ഈ സമയം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ, ഈശോ അനേകം രോഗികളെ സൗഖ്യപ്പെടുത്തിയതുപോലെ, അനേകരുടെ ജീവിതത്തിൽ സൗഖ്യവും വിടുതലും നൽകിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഈശോ ഈ രാത്രിയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് ഇരിക്കുന്ന ആൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഈശോയുടെ സ്നേഹത്തിലേക്ക് വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ സുവിശേഷ യാത്രയിലെല്ലാം അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നേരിട്ട് കാണുവാനായിട്ടുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. വലിയൊരു രോഗസൗഖ്യം എൻ്റെ ജീവിതത്തിലും ഈശോ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പാടാനായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ തന്നെ പല രീതിയിൽ ഈശോ ഇടപെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇവിടെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും ഈശോ ഒരു അനുഭവമെങ്കിലും നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്രകാരമുള്ളവരൊന്ന് കരമുയർത്താവോ? ഈശോ നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കൂടുതൽ അനുഭവങ്ങൾക്കും കൂടുതൽ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. അപ്രകാരം നമ്മൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ഗാനമാണ് നമ്മളിവിടെ പാടുന്നത്. ഈ വരികൾ നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തുതി. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ഹൃദയം തുറന്നുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പാടാം. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ആമേൻ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. നിങ്ങളൊന്ന് പാടിക്കേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ഒരുമിച്ച് യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാതെ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാതെ യേശുവിൻ നാമത്തിൽ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാതെ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. ഒരുമിച്ച് പാടാം. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. യേശു യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് ഈ സമയം പറയണം, എഴുന്നേൽക്കുക നീ. ആരുടെ നാമത്തില? ഈശോയുടെ നാമത്തിൽ എഴുന്നേൽപ്പിക്കണം അവരെ. ഹല്ലേലൂയ. അവർ കുറച്ചെങ്കിലും എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ സമയം അവരെന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് വേണം നമ്മൾ ഈ പാട്ട് പാടാനായിട്ട്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർക്ക് സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന ഒരു സമയമായിട്ട് ഈ സമയത്തെ ഈശോ മാറ്റും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വരികൾ പാടാം. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ.
എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉറപ്പുണ്ടോ? ഉറപ്പുള്ളവരൊന്ന് കരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. സുവിശേഷം നാം പരിശോധിച്ചാൽ കാണാം, ഈശോയുടെ അടുക്കൽ വന്ന ആരും തന്നെ നിരാശപ്പെട്ടു പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറിച്ച് ഈശോയെ പരീക്ഷിക്കുവാനും ഈശോയെ ദ്വേഷിക്കുവാനും വന്നവരൊക്കെ നിരാശപ്പെട്ടു പോയി. മറിച്ച് ഈശോയുടെ സഹായം ചോദിച്ച്, ഈശോയുടെ അനുഗ്രഹം ചോദിച്ച് വന്ന എല്ലാവരെയും ഈശോ അനുഗ്രഹിച്ചു, സൗഖ്യപ്പെടുത്തി, വിടുതൽ നൽകി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മൾ ഈ ഗാനം ഒരുമിച്ച് കരമടിച്ച് പാടുകയാണ്. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം ഈ ഗാനം പാടുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കണം. നിങ്ങളുടെ വേദനകളെല്ലാം ഈ ഗാനം പാടുമ്പോൾ നിങ്ങൾ ഈശോയ്ക്ക് കൊടുക്കണം. നിങ്ങളുടെ സാമ്പത്തിക കടബാധ്യതകൾ ഈശോയ്ക്ക് കൊടുക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബാംഗങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. വേറെ അധികമൊന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട. ഈ ഗാനത്തോട് ചേർന്ന് സ്തുതിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ ഈശോ നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരും, നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്കൊന്ന് കരമുയർത്തി എല്ലാവർക്കും ചേർന്നൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, കർത്താവേ ഞങ്ങളുടെ കൃപ വർഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ. ഈശോയെ വരണമേ, ഈശോയെ വരണമേ. ഹല്ലേലൂയ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. കരമടിച്ചുകൊണ്ട് പാടാം. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. പൊന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാനേ യേശുവിൻ നാമത്തിൽ. ഒന്നില്ല വെള്ളിയുമില്ല, ഉള്ളതോ നിനക്കു നൽകാം. എഴുന്നേറ്റു നടക്കാനേ യേശുവിൻ നാമത്തിൽ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. എഴുന്നേൽക്കുക നീ, ഇനി തളരരുതേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. കരങ്ങളൊന്ന് ഉയർത്തിയടിക്കാവോ? കരങ്ങൾ താഴ്ത്തി.
ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണ്. ഞാൻ പേറിയ നിന്ദകളെല്ലാം ക്രൂശിൽ ചുമന്നവനാണ്. എൻ പേർക്കായി ജീവൻ നൽകാൻ ഏറ്റം പീഡഞ്ഞവനാണ്. അവനേറ്റ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെ പോൽ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയിലില്ലേ. അവനേറ്റ മുറിപ്പാടുകളിൽ സൗഖ്യം ഞാൻ കാണുന്നുണ്ട്. അവനെപ്പോൽ മരിച്ചുയർത്തവനാരും ഈ ഭൂമിയിലില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. അത്ഭുതവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ. ഈശോ, ഈശോ, ഈശോ. ആരാധിക്കുന്ന കരങ്ങളടിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. ഒരു കണ്ണിനും ദയയില്ലാതെ ചേറ്റിൽ കിടന്ന എന്നെ കൈകൾ പിടിച്ചുയർത്തി കൂടെന്നും നിർത്തിയവൻ. ഒരു കണ്ണിനും ദയയില്ലാതെ ചേറ്റിൽ കിടന്ന എന്നെ കൈകൾ പിടിച്ചുയർത്തി കൂടെന്നും നിർത്തിയവൻ. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ലേ. അവനെ പോൽ ക്ഷണത്തിലെന്തും ചെയ്യുന്നവനാരുമില്ലേ. അവനാൽ കഴിയാത്തൊരു കാര്യം പാരിൽ ഞാൻ കാണുന്നില്ലേ. അവനെപ്പോൽ ക്ഷണത്തിലെന്തും ചെയ്യുന്നവനാരുമില്ലേ. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. തള്ളിക്കളയുകയില്ല, കൈവിട്ടു പോവുകയില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. യേശു അത്ഭുതവാനാണ്. യേശു അതിശയവാനാണ്. യേശു അത്ഭുതവാനാണ്. യേശു അതിശയവാനാണ്. യേശു അത്ഭുതവാനാണ്. യേശു അതിശയവാനാണ്. ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ, അതിശയവാനാണ്, അവൻ അത്ഭുതവാനാണ്, അവൻ എന്തും ചെയ്തിടും. അവനെപ്പോലുള്ള മറ്റാരുമില്ല. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്, നമ്മുടെ യേശു. ഓ ദൈവമേ, ഓ കർത്താവേ, ഓ രക്ഷക, ഞങ്ങളെ വിളിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു കർത്താവേ. യേശുവേ, 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 ഓ കർത്താവേ, ഓ ദൈവമേ, ഓ രക്ഷക, ഓ രക്ഷക, ഓ പരിപാലക, ഓ കർത്താവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. അവിടുത്തെ നാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, അവിടുത്തെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുപോകട്ടെ, അവിടുത്തെ
കുടുംബത്തിൽ അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. യേശു അവനെന്തും ചെയ്തിടും എനിക്ക് വേണ്ടി. യേശു അവനെന്തും ചെയ്യും എന്റെ കുടുംബത്തിന് വേണ്ടി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ 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 യേശുവേ. പാടാം, അവനെന്തും ചെയ്തിടുമേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അവൻ അത്ഭുതവാനാണേ. യേശു യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. കരകൾ കൂപ്പി വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ടിരിക്കാം. ജോമാല കരങ്ങളിലെടുത്ത് മാതാവിൻ്റെ മനോഹരമായ ഒരു ഗാനം ആലപിച്ച് മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ ഞങ്ങളെയും ഒന്ന് കരങ്ങളിലെടുത്ത് ചേർത്ത് പിടിക്കണമേ എന്നർത്ഥമുള്ള ഗാനം ആലപിച്ച് നമുക്ക് ജോമാലയ്ക്ക് വേണ്ടി ഒരുങ്ങാം.